ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലുബക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ 2 ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു, ടൈം ബക്സിൽ എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ്. ആ വീഡിയോയുടെ എൻഡിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങനെ സർവേ ക്വാളിഫൈ ചെയ്യാമെന്ന് പറഞ്ഞ് വേറൊരു വീഡിയോയും ചെയ്യുന്നുണ്ടെന്ന്. ആ വീഡിയോ ആണിത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ ഒരു സർവേ ക്വാളിഫൈ ചെയ്യാം, പിന്നെ എങ്ങനെ നല്ലൊരു സർവേ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം, പിന്നെ എന്തൊക്കെ റീസൺ കൊണ്ടാണ് സർവേ ഡിസ്ക്വാളിഫൈ ആവുന്നത്. ഈ 3 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ പറയാൻ പോകുന്നത്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ സർവേ ക്വാളിഫൈ ചെയ്യാൻ വേണ്ട നമുക്കൊരു നല്ല സർവേ പ്രൊഫൈലാണ്. നല്ലൊരു സർവേ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിറയെ സർവേ കിട്ടത്തുള്ളൂ, കുറേ സർവേ ക്വാളിഫൈ ചെയ്യാനും പറ്റത്തുള്ളൂ. എല്ലാ സർവേ എടുത്ത് നോക്കിയാലും അതിനൊരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ടാവും. മെയിൻലി സർവേ ഫോക്കസ് ചെയ്യുന്നത് ബിഗ് സിറ്റിയിൽ താമസിക്കുന്ന ഹൈ ഇൻകം ഉള്ള ആൾക്കാരെയാണ്. നമ്മൾ ഏത് സർവേ വെബ്സൈറ്റ് എടുത്താലും ആദ്യം തന്നെ നമ്മളോട് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നത് നമ്മുടെ പ്രൊഫൈലാണ്. ആ പ്രൊഫൈലിനെ ബേസ് ചെയ്താണ് നമുക്ക് സർവേ കിട്ടുന്നത്. അപ്പോൾ ഏത് സർവേ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ തുടക്കം കുറച്ച് ഡെമോഗ്രാഫിക് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ ഡെമോഗ്രാഫിക് ക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ സർവേക്ക് എലിജിബിൾ ആണോ എന്ന് ആ സർവേ കമ്പനി ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു നല്ല സർവേ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സർവേക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ ഡെമോഗ്രാഫിക്കിന് ക്വാളിഫൈ ആകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ നല്ലൊരു സർവേ പ്രൊഫൈൽ ഉണ്ടാകാമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മുടെ കൺട്രി ഇന്ത്യനെ കൊടുക്കുക. വി പി എൻ ഉപയോഗിച്ച് കൺട്രി മാറ്റി കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നെക്സ്റ്റ് നമ്മുടെ സ്റ്റേറ്റ് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ സ്റ്റേറ്റ് കൊടുക്കാൻ പാടില്ല. ഏതെങ്കിലും മെട്രോ സിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ലാർജ് സിറ്റി കൊടുക്കുക. എക്സാമ്പിൾ ഡൽഹി, ബാംഗ്ലൂരു, ഹൈദരാബാദ്, അങ്ങനെ വേണേൽ വലിയ മെട്രോ സിറ്റികൾ കൊടുക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രം നമുക്ക് കുറേ സർവേ കിട്ടത്തുള്ളൂ. ഇനി ഡൽഹി തന്നെ കൊടുക്കണമെന്നില്ല, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മെട്രോ സിറ്റി കൊടുക്കാം. ആ മെട്രോ സിറ്റിയുടെയൊക്കെ പിൻകോഡ് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, അത് കിട്ടും. അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ഒരു കാര്യമാണ് നമ്മുടെ ജെൻഡറും ഏജും. ജെൻഡർ കൊടുക്കുമ്പം മെയിൽ ഓർ ഫീമെയിൽ നമുക്ക് കൊടുക്കാം. ഞാൻ പ്രിഫർ ചെയ്യുന്ന ഫീമെയിൽ കൊടുക്കാനായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ചില സർവേയിലും കണ്ടിട്ടുണ്ടായിരിക്കും ആർ യു എ പ്രഗ്നൻറ്റ് വുമൺ അങ്ങനെയൊക്കെ ചോദിച്ച് സർവേ ചോദിക്കാറുണ്ട്. എന്നാലും മെയിൽ കൊടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല, മെയിൽ കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ ഏജ് കൊടുക്കുമ്പോൾ എപ്പോഴും 35-നും 45-നും കൊടുക്കാൻ ശ്രമിക്കുക. 35-നും കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല കുറേ സർവേ കിട്ടാൻ ചാൻസ് കിട്ടത്തുള്ളൂ. ഇനി ഡേറ്റ് ഓഫ് ബർത്ത് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആദ്യം നിങ്ങൾ ജനിച്ച മാസവും ദിവസവും കൊടുക്കുക, എന്നിട്ട് വർഷം മാത്രം മാറ്റി കൊടുക്കുക. അങ്ങനെ ഒരു 35-നും 45-നും ഇടയ്ക്ക് മാത്രം നമ്മുടെ ഏജ് സെറ്റ് ചെയ്യാൻ നോക്കുക. അടുത്ത് നമ്മുടെ എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ ഗ്രാജുവേറ്റ് അല്ലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് തന്നെ കൊടുക്കണം. അതിന് താഴെ ഒന്നും കൊടുക്കാൻ പാടില്ല, ഗ്രാജുവേറ്റ് അല്ലെ പോസ്റ്റ് ഗ്രാജുവേറ്റ്. പിന്നെ അടുത്ത നമ്മളുടെ എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് എപ്പോഴും ഫുൾ ടൈം എംപ്ലോയി മാത്രമേ കൊടുക്കാവുള്ളൂ. പിന്നെ നമ്മുടെ മന്ത്ലി ഇൻകം മിനിമം 1 lakh എങ്കിലും കൊടുത്തിരിക്കണം. 1 lakh അല്ലെങ്കിൽ 3 lakh ഇതിൻ്റെ ഇടയിൽ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മിനിമം 1 lakh എങ്കിലും മന്ത്ലി ഇൻകം കൊടുത്തിരിക്കണം. പിന്നെ ആനുവൽ ഹൗസ് ഹോൾഡ് ഇൻകം ഒരു 15 to 20 ഇടയ്ക്ക് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്നാലും ഒരു 12 ലക്ഷത്തിന് മുകളിൽ എന്തായാലും കൊടുത്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സർവേ ഒക്കെ ക്വാളിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. 12 ലക്ഷത്തിന് മണ്ടയിൽ എന്തായാലും കൊടുത്തിരിക്കണം. കാരണം നമ്മൾ മന്ത്ലി ഇൻകം 1 lakh ആണ് കൊടുത്തത്. അപ്പം എന്തായാലും ഒരു വർഷത്തെ 12 ലക്ഷം ഉണ്ട്. അപ്പോൾ 12 ലക്ഷത്തിന് മണ്ടയിൽ എന്തായാലും മന്ത്ലി ഇൻകം അല്ല, ആനുവൽ ഇൻകം 12 ലക്ഷത്തിന് മണ്ടയിൽ എന്തായാലും കൊടുത്തിരിക്കണം. മന്ത്ലി ഇൻകം 1 lakh. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ IT അല്ലെങ്കിൽ ടെക്നോളജി ഇതിനകത്ത് മാത്രമേ കൊടുക്കാവുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ജോബ് ടൈറ്റിൽ ചോദിക്കും. അത് നമ്മളെപ്പോഴും സി ലെവൽ അല്ലെങ്കിൽ ഡയറക്ടർ, ഇത് രണ്ടും കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സി ലെവൽ അല്ലെങ്കിൽ ഡയറക്ടർ. പിന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എംപ്ലോയീസ് ഓൾ ലൊക്കേഷനിൽ എത്ര എംപ്ലോയീസ് നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴും 1000-നും 5000-നും ഇടയിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ അടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് യു വർക്ക്. അതെപ്പോഴും മാനേജറിയൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ അല്ലെങ്കിൽ അത് രണ്ടും അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ലീഡർഷിപ്പ്, ഇത് മൂന്നും കൊടുക്കാൻ ശ്രമിക്കാവുള്ളൂ കേട്ടോ. പിന്നെ കമ്പനിയുടെ ആനുവൽ റവന്യൂ ചോദിക്കുമ്പം ഡോളറിലാണെങ്കിൽ 100 million, അങ്ങനെ അഥവാ റുപ്പീസിലാണ് ചോദിക്കുന്നതെങ്കിൽ 10 കോടി ആനുവൽ റവന്യൂ ഓഫ് കമ്പനി. പിന്നെ നമ്മുടെ മെരിറ്റൽ സ്റ്റാറ്റസ് എപ്പോൾ ചോദിച്ചാലും മാരീഡ് മാത്രമേ കൊടുക്കാവുള്ളൂ. പിന്നെ നമുക്ക് ചിൽഡ്രൻ എത്ര ചോദിച്ചാൽ 2 ചിൽഡ്രൻ, ഒരു ബോയ് ഒരു ഗേള്. അവരുടെ ഏജ് എന്ന് പറഞ്ഞാൽ 11-നും 15-നും ഇടയ്ക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ. അപ്പോൾ സർവേ പ്രൊഫൈലിൽ ഇത്തരം കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനിയിപ്പോൾ ഇതിന് പുറമെ ഡെമോഗ്രാഫിക്ക് വേറെയും ചില ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതെങ്ങനെ ക്വാളിഫൈ ചെയ്യാൻ നോക്കാം, അതിന് ഏതൊക്കെ ആൻസറാണ് കൊടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഡെമോഗ്രാഫിക്ക് ചോദിക്കുന്ന വേറൊരു മെയിൻ ക്വസ്റ്റ്യൻ ആണ് ആർ യു എ ചീഫ് ഏണർ ഓർ പ്രൈമറി ഡിസിഷൻ മേക്കർ ഓഫ് ദ ഹൗസ് ഹോൾഡ് എന്ന് ചോദിക്കും. ആ ക്വസ്റ്റ്യൻ എപ്പോഴും നമ്മൾ എസ് കൊടുക്കാവുള്ളൂ, നോ കൊടുക്കാൻ പാടില്ല, എപ്പോഴും എസ്. പിന്നെ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ് യു ഓർ എനിവൺ ഇൻ യുവർ ഹൗസ് ഹോൾഡ് വർക്ക് ഇൻ ഫോളോയിങ് ഇൻഡസ്ട്രിയും ചോദിക്കും. അതിൻ്റെ ആൻസർ എപ്പോഴും നൺ ഓഫ് ദിസ് ആണ്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഹൗസ് ഹോൾഡിലുള്ളവർ വർക്ക് ചെയ്യുന്നെങ്കിൽ നമ്മളെ ഡിസ്ക്വാളിഫൈ ആക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എപ്പോഴും നൺ ഓഫ് ദിസ് എബോവ് ആയിരിക്കും. പിന്നെ കുറച്ച് സാധനങ്ങളുടെ ലിസ്റ്റ് തന്നിട്ട് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നിങ്ങളുടെ ഹോമിലുണ്ടോ എന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതിനകത്ത് നമ്മൾ നെസസറി ആയി തോന്നുന്നു അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം തന്നെ സെലക്ട് ചെയ്യുക. അതിനകത്ത് അഗ്രികൾച്ചർ ലാൻഡ് ഉണ്ടെങ്കിൽ അത് മാത്രം സെലക്ട് ചെയ്യില്ല. അഗ്രികൾച്ചർ ലാൻഡ് എപ്പോഴും നോയെ കൊടുക്കാവുള്ളൂ. അഗ്രികൾച്ചർ ലാൻഡ് സെലക്ട് ചെയ്യാനേ പാടില്ല, ബാക്കിയെല്ലാം സെലക്ട് ചെയ്തു. പിന്നെ അഗ്രികൾച്ചർ ലാൻഡ് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കും.
അഗ്രികൾച്ചർ ലാൻഡ് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു. അതിന് എപ്പോഴും ആൻസർ നോ ആയിരിക്കും. അഗ്രികൾച്ചർ ലാൻഡ് ഉണ്ടെങ്കിൽ ആ ഒറ്റ ക്വസ്റ്റ്യൻ എസ് കൊടുത്താൽ നമ്മൾ ഡിസ്ക്വാളിഫൈ ആയി പോകും. ചില ക്വസ്റ്റ്യൻസ് അഗ്രികൾച്ചർ ലാൻഡ് എസ് കൊടുത്താൽ ഡിസ്ക്വാളിഫൈ ആവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഹാവ് യു പാർട്ടിസിപ്പേറ്റ് ഇൻ എനി മാർക്കറ്റ് റിസർച്ച് സർവേ ഇൻ പാസ്റ്റ് 1 month അല്ലെങ്കിൽ 6 month ഒക്കെ ചോദിച്ച് അതിൻ്റെ ആൻസർ എപ്പോഴും നോ ആയിരിക്കും. കാരണം സർവേ കമ്പനിക്ക് മനസ്സിലാണ് നമ്മൾ ഈ സർവേ ഓൾറെഡി ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നും മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ എസ് കൊടുക്കുകയാണ്, നമ്മൾ അപ്പം തന്നെ ഡിസ്ക്വാളിഫൈ ആകും. അപ്പോൾ അതിൻ്റെ ആൻസർ എപ്പോഴും നോ. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നിട്ട് നമ്മുടെ കറണ്ട് ഒക്യുപ്പേഷൻ ചോദിച്ച് അതെപ്പോഴും കറണ്ട് ഒക്യുപ്പേഷൻ സീനിയർ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സീനിയർ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ പ്രൊഫഷണൽ അങ്ങനെ കൊടുക്കാവുള്ളൂ, വേറെ ഒന്നും കൊടുക്കാൻ പാടില്ല. പിന്നെ നമ്മുടെ അക്കോമഡേഷൻ ചോദിക്കുമ്പം ഓൺഡ് ഹൗസ് കൊടുക്കുക, വേറെ ഒന്നും കൊടുക്കാൻ പാടില്ല, ഓൺഡ് ഹൗസ് തന്നെ കൊടുക്കുക. പിന്നെ പെറ്റ്സിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് 2 പെറ്റ്, ഒരു ക്യാറ്റ്, ഒരു ഡോഗ്. പിന്നെ വേറെ ക്വസ്റ്റ്യൻ ആണ്, ആർ യു ഡിസിഷൻ മേക്കർ ഇൻ യുവർ ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും. അതിനും എപ്പോഴും ഓൾവേസ് നമ്മൾ തന്നെയായിരിക്കും ഡിസിഷൻ മേക്കർ എന്ന് തന്നെ കൊടുക്കുക. ഇനി ഈ വീഡിയോയിൽ പറയുന്ന രീതിയിൽ എല്ലാം ചെയ്തു എന്നിട്ടും സർവേ ഡിസ്ക്വാളിഫൈ ആണെങ്കിൽ അതിനും വേറെ കുറച്ച് റീസൺസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ സ്പീഡിംഗ് ആണ്. ഇപ്പോൾ ആ സർവേ തരുന്ന സർവേ കമ്പനി ആ സർവേക്ക് ഒരു ടൈം ഇട്ടുണ്ടാവും, ഒരു ആവറേജ് ടൈം ഉണ്ടാവും. ആ ടൈമിന് മുമ്പ് നമ്മൾ ആ സർവേ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡിസ്ക്വാളിഫൈ ആവും. പിന്നെ രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ. ഇപ്പോൾ സർവേക്കകത്ത് കുറേ ട്രാപ്പ് ക്വസ്റ്റ്യൻ കാണും. നമ്മൾ സർവേ ഒന്നും വായിച്ച് നോക്കാതെ ചുമ്മാ ക്ലിക്ക് ചെയ്ത് വിടുവാണെങ്കിൽ ആ ട്രാപ്പ് ക്വസ്റ്റ്യൻ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മളപ്പോൾ തന്നെ ഡിസ്ക്വാളിഫൈ ആവും. ഇനി മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയ ആൻസർ കൊടുക്കാത്തത്. ഇപ്പോൾ നമ്മൾ ഓരോ സർവേക്കും ഓരോരോ ആൻസർ, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സർവേക്ക്, കഴിഞ്ഞ സർവേക്ക് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് 24 കൊടുക്കുന്നു, ഈ സർവേക്ക് ഡേറ്റ് ഓഫ് ബർത്ത് 35 കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്വാളിഫൈ ആയി പോകും. പിന്നെ നാലാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഓരോ സർവേക്ക് ചിലപ്പോൾ കോട്ട കാണും. ഇപ്പോൾ ചില സർവേക്ക് 1000 പാർട്ടിസിപ്പൻറ്റ് മതിയായിരിക്കും. ഇപ്പോൾ 1000 പാർട്ടിസിപ്പൻറ്റ് ഓൾറെഡി ആ സർവേ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ആൾക്കാരെ ആ സർവേക്ക് എടുക്കത്തില്ല. അപ്പോൾ ഒരു കോട്ടയുണ്ട്, ആ കോട്ട കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്വാളിഫൈ ആയി പോകും. പിന്നെ അഞ്ചാമത്തെ റീസൺ നമ്മൾ എന്തെങ്കിലും VPNോ ആഡ് ബ്ലോക്ക് സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് അവർ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഡിസ്ക്വാളിഫൈ ആയി പോകും. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കുക. പിന്നെ വീഡിയോയിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണം, എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അതും കമൻറ്റിൽ പറയുക. അപ്പോൾ ഇനി ആരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൺ ആക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.